പോട്ടെ. മാണിസാണ് നല്ല പോലെ ചിരിക്കും. പക്ഷെ അദ്ദേഹം ഒരു നന്ദിയും ബാക്കി പലരേക്കാൾ അപേക്ഷിച്ച് ചെറിയ മര്യാദയൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ മുരുകന്മാരെ എല്ലാവരും പതിച്ചുകൊണ്ട് പോയി. ഒരു കൂട്ടര് ഒരു 500 ഏക്കർ കുരിശുമലക്കാർ കൊണ്ടുപോയി, ഒരു 500 ഏക്കർ തങ്ങൾക്കാരെ കൊണ്ടുപോയി. അവസാനം പൊട്ടന്മാരായ നമ്മൾ പൊട്ടച്ചോന്മാരല്ല, നമുക്ക് ഒരു പൊട്ടന്മല ഒരു 24 ഏക്കർ മുരുകന്മല നമുക്കും മതിയാണ്. അപ്പം പൊട്ടുപൊടിയും അയ്യപ്പനിക്ക്. അപ്പം അയ്യപ്പനിക്ക് ഒരു മല മല കയറാൻ പോയിട്ടും ഒരു മാർഗമില്ലാത്ത കിട്ടി. അത് മാണിസാറിൻ്റെ ചെറിയ കഴിവുകൊണ്ടാണ്. പിന്നെ മാണിസാർ ചില കാര്യത്തിലൊക്കെ അപ്പം മകൻ സൂത്രക്കാരനാണ്, അവസരക്കാരൻ, കരുകടിയാണ്. അപ്പം കുറച്ചുകൂടെ നീതി. പണ്ടൊരു നീതിക്കറിയാല്ല ഒരു കോർപ്പറേഷൻ നമ്മൾ നന്നായിരുന്നു പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയണ്ടേ. കോർപ്പറേഷൻ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ് ഒന്ന് തരട്ടെ, രണ്ടാമത്തെ തരാം. അങ്ങനെ ഒരു കോഴി കോർപ്പറേഷൻ തന്നു. നീക്കെല്ലാം പണ്ട് കുറേ കോഴി തന്നില്ലേ, അത് മാണിസാറിന് നമുക്ക് തന്നുകൊണ്ടാണ്. പക്ഷെ മുഹമ്മദ് തന്നാനാണ് ഒരു കുരിശ്, വലിയൊരു കുരിശ് തലയിൽ വെച്ച് തന്ന് ആർക്കും വേണ്ടാത്ത ഒരു കോർപ്പറേഷൻ കോഴിക്കോട് നമുക്ക് തന്നപ്പോൾ പറഞ്ഞ് കൊള്ളാൻ എന്തുകൊണ്ടല്ല കടത്തെ കിടക്കുന്നു. അവസാനം അത് ഏൽപ്പിച്ച് നമ്മുടെ സുഹൃത്ത് അദ്ദേഹം ഒരു 60 ലക്ഷം രൂപ കയ്യിൽ നിന്നിട്ട് നടത്താൻ വേണ്ടി അത് അറിയാമോ. കാരണം അവരൊന്നും നമുക്ക് ഇച്ചേക്ക് പറ്റില്ല. ഒന്നില്ല താഴെ കിടക്കുന്ന സാധനം മോളിൽ കൊണ്ടിട്ട് മാട്ടത്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഈ താഴെ കിടക്കുന്ന വെള്ളമല്ലേ, അത് അടിച്ച് മൂടിക്കൊണ്ട് കൊലയെ വെച്ചിട്ട് ആ കൊലയെന്ന് ഊറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരു ചെറിയ ബുദ്ധിയുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. ഇപ്പോഴും നമ്മൾ ഒരു ബുദ്ധിയില്ലാത്തവരാണെന്നാണ് ഇവർ പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ പ്രിയമുള്ളവരെ ഒരുപാട് നീട്ടി പറഞ്ഞ് ഒന്നേ നമ്മൾ ശക്തമായിരിക്കണം, നിലപാടുകളിൽ ഉറച്ചിരിക്കണം. നമുക്കെല്ലാവരും വഞ്ചനയല്ല കിട്ടുന്നത്, നമുക്ക് വേണ്ടി പറയുന്നതല്ലേ. ഒരു ചാനലുകാർ പോലും നമ്മളെ അവഹേളിക്കുന്നു. ഉള്ള സത്യങ്ങളും കാണിക്കട്ടെ. കണ്ടില്ല, കഴിഞ്ഞ മലപ്പുറത്ത് പോയി ഞാൻ പറഞ്ഞപ്പോൾ അവർ ട്വിസ്റ്റ് ചെയ്യണം. ഞാൻ വർഗീയ കലാപം ഉണ്ടാക്കി അതിന് ചൂട്ടുപിടിച്ച് അവർക്ക് വീശി കൊടുക്കുന്ന ചാനലിൽ എൻ്റെ ചാനൽ കാണിക്കുകയാണ്. ഞാൻ വർഗീയ കലാപം ഉണ്ടാക്കിയതിലേക്ക് ചായക്കടയിൽ ചെന്ന് ഒരു പെണ്ണിനോട് ആണിനോട് മുസ്ലിമിനോട് ചോദിക്കുക, അടുത്തൊന്നും വേറെ ചോദിക്കുക, പിന്നെ 4 ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുക. ഇവരെല്ലാം കൂടി ഇത് ചർച്ച ചെയ്തിട്ട് എൻ്റെ വീട്ടിലെ പേരെല്ലാം സൂചി വെച്ച് കളയുക. ഞാൻ SNDP ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് സമുദായത്തിൻ്റെ കർഷകരായിരുന്നു. എൻ്റെ ഒരു തുള്ളി രക്തം ഉള്ളിടത്തോളം കാലം ആ കസേരയിൽ നീതി പുലർത്തിക്കൊണ്ട് ഈഴവ സമുദായത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നെ കത്തിച്ചാലും പറഞ്ഞു ഞാൻ മാറുന്ന പ്രശ്നമില്ല. എന്നെ കത്തിച്ചാലും ഞാൻ പറഞ്ഞത് തന്നെയെന്ന് പിന്നീട് ആവർത്തിച്ചാവർത്തിക്കൊണ്ട് പറയും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നും ഇവർ വർഗീയവാദികളും അവസരവാദികളും ഈഴവ സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം.